ഫഹദ് ഫാസിലിനെ പോലുള്ള ആക്ടേഴ്സിനൊക്കെ എടുത്ത് അവരുടെ ഒപ്പം തുടങ്ങിയ ആളാണ്. പക്ഷെ പിന്നീട് വന്നപ്പം എവിടെ വെച്ചിട്ട് എന്തോ പറ്റി, അവിടെ നിന്ന് പിന്നെ അങ്ങോട്ട് ആ ഒരു ഉയരത്തിലോട്ട് എത്താൻ പറ്റിയില്ല. ആദ്യത്തെ ഒരു സിനിമ ചെയ്യാൻ എടുക്കുന്ന സ്ട്രഗിളിന്റെ 10 മടങ്ങാണ് പിന്നെയുള്ള സിനിമകൾ എടുക്കാൻ. സസ്റ്റെയിൻ ചെയ്യാനാണ് പാടല്ലേ. ഞാൻ ചാൻസ് ചോദിക്കാഞ്ഞിട്ടല്ല, ഞാൻ ചെന്ന് കാണാഞ്ഞിട്ടല്ല, ഞാൻ വിളിക്കാഞ്ഞിട്ടല്ല, എന്തോ എനിക്കറിയില്ല. നമ്മളിതേ ഒരുപാട് ആഗ്രഹിക്കുമ്പോൾ ഇതങ്ങ് നീങ്ങുമ്പോൾ സിനിമ വല്ലാതെ നീങ്ങിപ്പോകും. ഞാൻ ചാൻസ് ചോദിക്കുന്ന, ഞാൻ പേര് ഞാൻ പറയുന്നില്ല, കുറേ ഡയറക്ടർമാർ എൻ്റെ അടുത്ത് അങ്ങനെ ബിഹേവ് ചെയ്തിട്ടുണ്ട്. എടാ ഞാൻ ബാത്റൂമിലെ കക്കൂസല അങ്ങോട്ട് വിളിച്ചാൽ മതിയോ? ശരി ആയിക്കോട്ടെ വിളിക്ക്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ഹോസ്പിറ്റലാണ്. എടാ ഞാൻ ഹോസ്പിറ്റലിൽ അങ്ങോട്ട് വിളിച്ചാൽ മതിയോ? പിന്നെ നമുക്ക് വിളിക്കാൻ പറ്റില്ലല്ലോ. ഇത്രയും നാളെ ചെയ്തതിലൊക്കെ മനു ഉണ്ടായിരുന്നു. ടൂർണമെന്റ് ആയാലും മെക്സിക്കൻ ആയാലും ഫ്രൈഡേ അങ്ങനെ അന്വേഷിക്കും, തൃശ്ശൂർ പൂരം, ഡബിൾ ബാർ ഒക്കെ എനിക്ക് തോന്നുന്നു അവിടെയൊക്കെ എന്തൊക്കെയോ മനുള്ള പോലെയൊക്കെ എനിക്കൊരു ഫീൽ ഉണ്ട്. ഒരുപാട് പേരെ എന്നെ വിളിച്ച് പറയുന്നു വൺ ഓഫ് ദി ബെസ്റ്റ് ആയിട്ടുണ്ട്, നീ ചെയ്തതിൽ വെച്ച് ഏറ്റവും നല്ല സാധനം ദേവൻ കുപ്ലേരിയാണ് 1000 ബേബീസിൽ. അതിൻ്റെ ഒപ്പം ഞാൻ വന്നു, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ അത്രയും ആയില്ല, എനിക്ക് അങ്ങനെ ചിന്തയില്ല. എനിക്ക് സ്ലോ റണ്ണിങ് ഇഷ്ടം. ആത്മാവിൻ തളികയിലെന്നും നല്ല പാതി മലരാവാൻ വന്നു നീ മഴമേഘത്തലമുടിയോടെ എന്നെയൊന്നു പുണരാനായി നിന്നു നീ. സ്ഥലത്തേക്ക് പോയി ഞാൻ അടിപൊളിയായിരുന്നു. അപ്പൊ ഞാൻ കൂടുതൽ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. എന്റെ കൂടെ ഉള്ളത് മനു ആണ്. വെൽക്കം ടു സിനിമാ പ്രാന്തൻ. ഇതിലെ വലിയ ഇൻട്രൊഡക്ഷൻ എന്ത് വേണോ അല്ലേ? ആരും സംശയിക്കാണ്ട് എന്നെ കൊണ്ട് പറഞ്ഞു പാടിച്ചതാണ്. ഓക്കെ, സോ എന്തൊക്കെയുണ്ട് വിശേഷം? കുറച്ചായി കണ്ടിട്ടൊക്കെ. കുറച്ചായി എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് സിനിമ അന്വേഷിപ്പിൻ കണ്ടിരുന്നോ? ഇല്ല അല്ലേ. അത് കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോ ഒരു 1000 ബേബീസ് എന്ന് പറഞ്ഞ ഒരു വെബ് സീരീസ് ചെയ്തു. അതിന്റെ സന്തോഷത്തിൽ ഇങ്ങനെ അലയടിച്ച് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അതില് ദേവേട്ടൻ എന്ന് പറയുന്ന ഒരു പൊളിറ്റീഷ്യൻ, ഒരു ഭയങ്കര പവർ ഉള്ള ഒരു പൊളിറ്റീഷ്യൻ ആയിട്ടാണ്. സോ എന്താ പറയാ, ആ ഒരു ക്യാരക്ടർ കാണുമ്പോൾ തന്നെ മനു ഇതുവരെയും ചെയ്ത് വെച്ചിട്ടുള്ള സിനിമകളിൽ നിന്നോ ക്യാരക്ടേഴ്സിൽ നിന്നോ ഡിഫറെന്റ് ആയിട്ടുള്ള ഈ ലുക്ക് തന്നെ ഡിഫറെന്റ് ആണ്. ആ ലുക്കിൽ നിന്ന് വന്നു എന്നിട്ട് ഇപ്പൊ ഒരു ലുക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ആ ഒരു സ്ലാങ്ങും, ഒരു തൃശ്ശൂർക്കാരനായിട്ടുള്ള മനുവിന് ഒരു പാലക്കാട് സ്ലാങ്, ആ സ്ലാങ്ങിൽ നല്ല പണിയെടുത്തിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. സോ ആ ഒരു ക്യാരക്ടർ അഡാപ്റ്റേഷൻ ഒക്കെ എങ്ങനെയായിരുന്നു? ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് എനിക്ക്. നേരത്തെ പറഞ്ഞില്ലേ, പറയുന്ന പോലെ കഴിഞ്ഞ സിനിമകളിൽ നിന്നും 1000 ബേബീസിലേക്ക് വരുമ്പോൾ ഉണ്ടായ എൻ്റെ മാറ്റങ്ങൾ, എൻ്റെ ഫിസിക്കലി ആയാലും എൻ്റെ സിനിമയിൽ നിന്നുള്ള ഒരു ട്രാവൽ ആയാലും എൻ്റെ ഭാഷയായാലും ഞാൻ വളരെയധികം മാറ്റം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ചില ആളുകൾക്ക് ചില കാര്യങ്ങൾ പെട്ടെന്ന് കിട്ടും. എനിക്ക് സിനിമയിൽ ഏകദേശം കുറച്ച് വർഷങ്ങളായി എനിക്കിപ്പോഴാണ് എന്നെ കാണിക്കുന്ന ഒരു പ്രൊഡക്റ്റ് കിട്ടിയത്. അത് 1000 ബേബീസിലെ ദേവൻ കുപ്ലേരി എന്ന് പറയുന്ന ക്യാരക്ടർ. ഭയങ്കര സന്തോഷമുണ്ട്. അത് എന്താ പറയുക, എന്നെ വിശ്വസിച്ച് എൻ്റെ കൈകളിലേക്ക് എത്തിച്ച അതിൻ്റെ ഡയറക്ടർ നജീം കോയ, റൈറ്റർ ആറോസ് ഇർഫാൻ, ഞാൻ അവരോട് സത്യം പറഞ്ഞ എൻ്റെ സന്തോഷം ഞാൻ പങ്കുവച്ചു. അതിന്റെ ആ ഒരു മേക്ക് ഓവർ ഒക്കെ എങ്ങനെയായിരുന്നു ശരിക്കും? അതിന് എനിക്കൊന്ന് കുറച്ച് ബോഡിയിലും കുറച്ച് ഡിഫറൻസ് ഉണ്ടായിരുന്നു. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാലേ കോവിഡൊക്കെ കഴിഞ്ഞ് വല്ലാത്തൊരു പ്രശ്നത്തിൽ നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു സാധനം ആറോസ് വിളിച്ച് എന്നോട് പറയുന്നത്. അവനെ പറയുമ്പോൾ ഇക്കടുത്ത് ഞാൻ ചെന്നു. അങ്ങനെ ഇതിന്റെ കഥയോ കാര്യങ്ങളോ ഒന്നും എനിക്കറിയില്ല. ഷൂട്ട് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞിട്ടില്ല. ഞാൻ എന്താ അഭിനയിച്ച് വെച്ചെന്ന് എനിക്ക് എൻ്റെ കുറച്ച് കാര്യങ്ങൾ അതിൻ്റെ സ്റ്റാർട്ടിങ്ങും അതിൽ കുറച്ച് ലാസ്റ്റുമാണ് എന്ന് പറഞ്ഞുതരാം. അതനുസരിച്ച് നമ്മൾ പ്ലേ ചെയ്യുക. അപ്പോൾ ഞാൻ വില്ലയിലേക്ക് ചെല്ലും. അപ്പോൾ ഇക്ക ആദ്യമായിട്ട് എന്നോട് പറഞ്ഞത്, ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ട്, ദേവൻ കുപ്ലേരി എന്നാണ് ക്യാരക്ടറുടെ പേര്. തികഞ്ഞ രാഷ്ട്രബോധമുള്ളൊരു കക്ഷിയാണ്. എൻ്റെ അപ്പൂപ്പൻ്റെ പ്രായമുള്ള ആളുകൾ വരെ നിന്നെ കാണുമ്പോൾ മുണ്ടിൻ്റെ മടിക്കുത്ത് അഴിച്ചിടുന്നൊരു ക്യാരക്ടറാണ്. അത്രയ്ക്ക് ബഹുമാനിക്കുന്നൊരു ക്യാരക്ടറാണ്. സത്യം പറഞ്ഞാൽ കേട്ടപ്പോൾ എനിക്ക് തലയിലെടുത്ത് വെക്കാൻ പോകുന്ന ഭഗവാനെ മുൾക്കിരീടാണല്ലോ ഈശ്വര എന്നുള്ളൊരു പേടിയായി. അപ്പം ഇക്കാലത്തത് ഇങ്ങനെ കുറേ പേര് ചോദിച്ചു, ദേവൻ കുപ്ലേരി ആരാ ചെയ്യുന്നത്. അപ്പം ഞാനൊക്കെ അവരോട് പറയുന്നുണ്ട്, ഇങ്ങനെ മനുവാണ് ചെയ്യുന്നത്. അപ്പം എന്നെ നോക്കിയിട്ടാണ് ചെയ്യൂലേ അപ്പം പേടി ഉണ്ടായിരുന്നു ഭയങ്കരമായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ പിന്നെ പാലക്കാട് ആണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വീക്കെൻഡ് മന്തിൽ ഏതെങ്കിലും ദിവസം പാലക്കാട് കുറേ നെയ്ബേഴ്സ് ഒക്കെ ഉണ്ട് അവിടെ. അപ്പോൾ നിക്കലൊക്കെ ഉണ്ട്, ഇങ്ങനെ കാമ്പർത്തിച്ചെള്ള, തത്തമംഗലം, ചിറ്റൂര്, അവിടേക്ക് ഇങ്ങനെ കുറച്ച് ഫ്രണ്ട്സും ഉണ്ട്. പിന്നെ രസം അവരുടെ ഭാഷ കേൾക്കാൻ. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു, കുറച്ചാളവിടെ പോയിട്ട് നിന്നിട്ട് നിനക്ക് എന്താ ചെയ്യാൻ പറ്റും, നീ ഒന്ന് ഇമ്പ്രൂവ് നോക്ക് എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഞാനിത് ഇങ്ങനെ പറഞ്ഞു. സ്ക്രിപ്റ്റും കാര്യങ്ങളും എന്നോടൊന്നും പറഞ്ഞിട്ടില്ല.
ഇതാണ് ക്യാരക്ടർ, ഇതാണ് ആ ഒരു സാധനം. അപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റി കുറച്ചുകൂടി ഭാഷയൊക്കെ പഠിച്ച് കുറച്ച് നന്നായിരിക്കും. ഞാൻ അവിടെ പോയിട്ട് വാടകയ്ക്ക് വീടൊക്കെ എടുത്ത് ഇവിടുത്തെ പറയാൻ നിന്ന് ഒരു മാസത്തോളം നിന്ന് അതൊക്കെ പഠിച്ച് ധർണ മീറ്റിംഗ് അത് ഇതൊക്കെ പാലക്കാട് പോയി കറങ്ങി കണ്ട് ഏകദേശം ഒരു രൂപത്തിൽ ഞാൻ ദേവൻ ഒക്കെ ആയി അങ്ങനെ നിന്നു എന്ന് പറയാം. പക്ഷേ A to Z ഞാൻ പറയാം, ഞാൻ അങ്ങനെ ഇപ്പോൾ ഒരുപാട് പേരെ എന്നെ വിളിച്ച് പറയുന്നു വൺ ഓഫ് ദി ബെസ്റ്റ് ആയിട്ടുണ്ട്, നീ ചെയ്തതിൽ വെച്ച് ഏറ്റവും നല്ല സാധനം ദേവൻ കുപ്ലേരിയാണ് 1000 Babies-ൽ. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡയറക്ടറായ നജീക്ക് തന്നെയാണ് എൻ്റെ ഏറ്റവും ഫസ്റ്റ് നിൽക്കുന്നതാണ്. എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഞാനിപ്പോൾ സീരീസ് കുറേ തവണ കണ്ടു. ഞാനാണോ അല്ലെങ്കിൽ അവരിന്ന് ഞാനാണോ, എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നെ മാറ്റി നിർത്തി ഇത്രയും നാളെ ചെയ്തതിലൊക്കെ മനു ഉണ്ടായിരുന്നു. ടൂർണമെൻ്റ് ആയാലും മെക്സിക്കൻ ആയാലും ഫ്രൈഡേ അങ്ങനെ അന്വേഷിക്കും, തൃശ്ശൂർ പൂരം, ഡബിൾ ബാൽ ഒക്കെ എനിക്ക് തോന്നുന്നു അവിടെയൊക്കെ എന്തൊക്കെയോ മനുള്ള പോലെയൊക്കെ എനിക്കൊരു ഫീലുണ്ട്. അപ്പൊ ഇതിൽ വരുമ്പോൾ എന്നെ പറിച്ചെടുത്ത് കളയണമെന്നുള്ള ഒരു ഉണ്ടാവാൻ പാടിലൊരു വാശി ഉണ്ടായിരുന്നു എനിക്ക്. ദൈവം എനിക്ക് അതെന്തോ എനിക്ക് ചെയ്തു തന്നു. അത്രമാത്രം ഞാൻ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട്. ഇന്നെല്ലാവരും എന്താ പറയാ, എല്ലാവരും ഒരുപാട് പേര് വിളിച്ചു, നന്നായിട്ടുണ്ട്, ഗംഭീരമായിട്ടുണ്ട്. ഇതിന്റെ ഈ ഒരു 7 എപ്പിസോഡുള്ള ഒരു വെബ് സീരീസ് ഭയങ്കര വെൽ പാക്ഡ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റും സ്ക്രീൻ പ്ലേയും ഒക്കെ ഉണ്ട്. ഓരോ എപ്പിസോഡിലും ഓരോ കഥകൾ, ഓരോ ക്യാരക്ടേഴ്സ് പറഞ്ഞു പോകുന്നുണ്ട്. അതിന്റെ ഒരു എപ്പിസോഡിലാണ് മനുവിന്റെ ക്യാരക്ടറും കഥയും വന്നു വന്നത്. അപ്പം പലർക്കും ഇപ്പൊ ഫുൾ സ്റ്റോറി എന്താണെന്നുള്ളത് ഷൂട്ടിംഗ് ടൈമിലും അറിഞ്ഞിട്ടില്ല. ആർക്കും അറിയില്ല, എനിക്കും അറിയില്ല എന്താണ് ഞാൻ ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇത് കഴിയുമ്പോൾ എന്താണ്, ഞാൻ എന്തിനാ അവിടെ ചിരിച്ച് എന്തിനാ ഒന്നും അറിയില്ല, ചോദിക്കാനും പറ്റില്ല. ഇവർ ജന്മണ്ടെങ്കിൽ അറിയില്ല. ഇതിന്റെ റൈറ്റർ ആറോസ് ഇർഫാൻ ഉണ്ട്. അപ്പോൾ ഇവൻ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് എൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റില്ല. ഇവൻ ഡയലോഗ് കൂട്ടിക്കളയും. ഡയലോഗ് എന്ന് പറഞ്ഞ ഡയലോഗ് എന്ന് പറയുന്നത്. അപ്പൊ ഗുഡ് മോർണിംഗ് കഴിച്ചോ എന്ന് ചോദിക്കാൻ പോലും പറ്റില്ല. അവരത് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ കുറച്ചു നേരം മോത്തി പോയിട്ട് ഇതെല്ലാം വെട്ടി മാറ്റി കുറെ ലാഗാക്കും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒന്നും ചോദിക്കാനും പറ്റില്ല. അപ്പൊ തരുന്നത് ആ സമയത്ത് നമ്മൾ എന്താണ് പ്ലേ ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ എന്താണ് ആക്ട് ചെയ്യാൻ പോകുന്നത് മൊമെന്റിൽ നോക്കിയിട്ട് ആ ഒരു ടൈം നമുക്ക് എന്തായാലും അവർ തരും. അങ്ങനെ നമുക്ക് പ്ലേ ചെയ്യാന്നുള്ളതാണ്. ഫുൾ വെബ് സീരീസ് കണ്ടു കഴിഞ്ഞപ്പം ഇതായിരുന്നു തീർച്ചയായിട്ടും വളരെ എക്സൈറ്റഡ് ആയി. ഇതാണ് ഭഗവാനെ ഞാൻ പ്ലേ ചെയ്ത്, ഇതാണല്ലേ അപ്പൊ ദേവൻ കുപ്ലേരി എന്നാണ് ഞാൻ എന്നോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞു കഴിഞ്ഞാല് മൊത്തത്തില് കണ്ടു കഴിഞ്ഞപ്പോ എന്ത് തോന്നി ശരിക്കും പറഞ്ഞാൽ ആ ഹോൾ വെബ് സീരീസ്? ഞാൻ കുറെ വെബ് സീരീസ് കാണുന്നതാണ്. വളരെ ഡിഫറെന്റ് ആയ, മലയാളത്തിൽ ഇതുവരെ ഇങ്ങനത്തെ ഒരു അറ്റംപ്റ്റ് വന്നിട്ടില്ല. തീർച്ചയായിട്ടും ഹേർട്ടാവരുത് കേട്ടോ. ഞാൻ കാര്യം ചോദിക്കുന്നത്, എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം, അതായത് ഇതിന്റെ കണ്ടന്റ് ജ്യോതിഷയ്ക്ക് പറയാൻ പറ്റുമോ? ജ്യോതിഷ റിയലായിട്ട് ഇപ്പോ ജ്യോതിഷയുടെ അച്ഛന്റെ അമ്മയുടെ മകളാണെന്ന് പറയാൻ പറ്റുമോ? അതെ, അങ്ങനെ നമുക്ക് പറയാൻ പറ്റൂ. അപ്പൊ ആ ഒരു കണ്ടന്റ് ഉണ്ട്. നമ്മൾ പ്രസവിച്ചിട്ട് നമ്മളുടെ അടുത്ത് മാറ്റി വെക്കുന്ന സിസ്റ്റേഴ്സാ. നമുക്കൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ ആരുടെയാണോ അന്ന് എടുത്ത് വെക്കുന്നു, അവരുടെ കൂടെ നമുക്ക് വളരാൻ പറ്റൂ മരണം വരെ. എനിക്ക് ഈ കണ്ടന്റ് ആണ്, ഇത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഈ സാധനം തീർച്ചയായിട്ടും എന്റെ ദൈവം എന്നെ ഒരുപാട് പേര് വിളിച്ച് ചോദിച്ചത് തന്നെയാണ്, എടാ എന്റെ അച്ഛനും അമ്മയൊക്കെ എനിക്ക് പേടിയാണ്, ഇവരൊക്കെ എവിടെയായിരിക്കും അല്ലെങ്കിൽ ഇതൊക്കെ തന്നെയാണോ എന്ന് പലവരുടെ അടുത്ത് വിളിച്ച് ചോദിച്ചത് നിമിഷമായിട്ടുണ്ട്. അപ്പൊ ആ ഒരു കണ്ടന്റ് നജീക്കാടെയും ആറോസിന്റെയും അത് ഭീകരമായിരുന്നു. എനിക്ക് അത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇതായിരുന്നു സാധനം, അല്ലെങ്കിൽ ഇതിനായിരുന്നു എല്ലാവരും ഇത്രയും നാൾ കഷ്ടപ്പെട്ടത്. അതറിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം നമ്മൾ സിനിമ കാണുന്നു, വെബ് സീരീസ് കാണുന്നു, ഒരു കാരണവശാലും നമ്മൾ പ്രൊഡിക്റ്റബിൾ അല്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാധനത്തുണ്ട്, ഇതിലാണ് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത്. എനിക്ക് ആ ഒരു കണ്ടന്റ് എനിക്ക് എന്തോ ഇഷ്ടമായി. ഇപ്പൊ മനുവിന്റെ ഒരു ഫിലിമോഗ്രഫി നോക്കി കഴിഞ്ഞാൽ ഇപ്പൊ സ്റ്റാർട്ടിങ് തന്നെ ഇപ്പൊ ടൂർണമെന്റ് അതിൽ നിന്നൊക്കെ സ്റ്റാർട്ട് ചെയ്താൽ എനിക്ക് ഇപ്പോൾ ഉള്ള അത്ര അധികം സ്റ്റാർട്ടബിൾ ഇപ്പൊ ഫഹദ് ഫാസിലിനെ പോലുള്ള ആക്ടേഴ്സിനൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവരുടെ ഒപ്പം തുടങ്ങിയ ആളാണ്. പക്ഷെ പിന്നീട് വന്നപ്പം എവിടെ വെച്ചിട്ട് എന്തോ പറ്റി, അവിടുന്ന് പിന്നെ അങ്ങോട്ട് ആ ഒരു ഉയരത്തിലോട്ട് എത്താൻ പറ്റിയില്ല. ഇപ്പം ഇടയ്ക്കിടയ്ക്ക് എന്നോട് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്. എനിക്ക് കുഴപ്പമൊന്നുമില്ല, നമ്മുടെ സ്ട്രഗിൾ സിനിമ ചെയ്യുന്നു വരുന്നു, ആ സ്ട്രഗിൾ ഇതാ ഒരു നാഷണൽ ലെവൽ വെബ് സീരീസിൽ 1000 Babies-ൽ എത്തി നിൽക്കുകയാണ് എൻ്റെ കരിയർ. ഇതെൻ്റെ ഹാർഡ് വർക്കാണ്. അപ്പോൾ നമ്മളൊന്ന് പുഷ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടി സിനിമ സംസാരിക്കാനോ എനിക്ക് ഞാൻ തന്നെ ഉള്ളൂ എന്ന് കരുതിയിട്ട് ഞാൻ ആരും വിളിക്കാതിരുന്നിട്ടില്ല, ഞാൻ ചെന്ന് കാണാതിരുന്നിട്ടില്ല. ഞാൻ ഈ സീരീസിലും ഞാൻ ആറോസിനെ വിളിച്ചിട്ടുണ്ട്. ആറോസ് എന്താണ് കാര്യങ്ങൾ എന്തായി, അല്ലെങ്കിൽ നജീക്ക് എന്തായി ഞാൻ വിളിച്ചു ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു ചോദിക്കുന്ന ആളാണ്. അപ്പൊ ഇത് സർപ്രൈസ് ആക്കി വെച്ചിരിക്കുന്നു. ഇവരെന്നോട് പറയണ്ട, ഇത് ആ ടൈമിൽ പറഞ്ഞാൽ മതി, കുറച്ചും കൂടി വൈകിയിരുന്നെങ്കിൽ എന്റെ മൂക്കിൽ പഞ്ഞി വെച്ച് കിടക്കുന്ന അവസ്ഥയായിരുന്നു എന്റെ ലൈഫ്. ആ കോവിഡ് സമയത്ത് ആകെ സ്ട്രഗ്ലിംഗ് പീരീഡിൽ എല്ലാവരും. അപ്പൊ അങ്ങനെ ചാൻസും കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ഡയറക്ടറെ വിളിച്ച് ചോദിക്കുമ്പോൾ
അവരെന്ത് മൊമെന്റിലിരിക്കും നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ ഒരുപാട് വഴിചാരൽ ഞാൻ കേട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാൻ ഹോസ്പിറ്റലാണ്, മനു വന്നിട്ട് വിളിച്ചാൽ മതി എന്ന് പറയുമ്പോൾ നമുക്ക് വിളിക്കാൻ പറ്റില്ല. അങ്ങനെ ഇപ്പോഴത്തെ എനിക്ക് തോന്നുന്നു കുറച്ച് ആളുകളുടെ ഞാൻ ചാൻസ് ചോദിക്കുന്ന, ഞാൻ പേര് ഞാൻ പറയുന്നില്ല, കുറേ ഡയറക്ടർമാർ എൻ്റെ അടുത്ത് അങ്ങനെ ബിഹേവ് ചെയ്തിട്ടുണ്ട്. എടാ ഞാൻ ബാത്റൂമിലെ കക്കൂസല്ല, അങ്ങോട്ട് വിളിച്ചാൽ മതിയോ, ശരിയായിക്കോട്ടെ വിളിക്കി. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ഹോസ്പിറ്റലാണ്. എടാ ഞാൻ ഹോസ്പിറ്റലിൽ അങ്ങോട്ട് വിളിച്ചാൽ മതിയോ, പിന്നെ നമുക്ക് വിളിക്കാൻ പറ്റില്ലല്ലോ. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ചാൻസ് ചോദിക്കാഞ്ഞിട്ടല്ല, ഞാൻ ചെന്ന് കാണാഞ്ഞിട്ടല്ല, ഞാൻ വിളിക്കാഞ്ഞിട്ടല്ല, എന്തോ എനിക്കറിയില്ല. പിന്നെ ഞാൻ നോക്കി, പിന്നെ നമ്മളിതേ ഒരുപാട് ആഗ്രഹിക്കുമ്പോൾ ഇതങ്ങ് നീങ്ങുപോകും. സിനിമ വല്ലാതെ നീങ്ങിപ്പോകും. തീർച്ചയായും നേരത്തെ ചോദിച്ചതിനുള്ള ഉത്തരവാട്ടോ. ഇതിപ്പോൾ എനിക്കറിയില്ല എന്തുകൊണ്ടാണ് സിനിമ എൻ്റെ കയ്യിൽ നിന്ന് നീങ്ങിപ്പോകണമെന്നുള്ള കാര്യം. ഇപ്പോൾ എനിക്ക് തോന്നുന്നു വരുന്നത് ചെയ്യുക. പക്ഷെ ആ ചെയ്തത് ഞാൻ എൻ്റെ ഗ്രാഫ് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഞാനൊരു മോശം സിനിമ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. എല്ലാം വലിയ ഡയറക്ഷൻ മൂവീസ് ഞാൻ ചെയ്തിരിക്കുന്നത്. അത് നന്നാവോ അല്ലെങ്കിൽ അത് ഫ്ലോപ്പ് ആവോ എന്നുള്ളതൊക്കെ മുകളിലുള്ള ആളുടെ കാര്യമാണ്. നമുക്ക് വരുന്നത് വളരെ ഭംഗിയോടെ അല്ലെങ്കിൽ അത് ചെയ്ത് കാണിച്ചു കൊടുക്കാൻ പറ്റണമെന്ന് ഞാൻ ഇപ്പോൾ ദൈവത്തിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നുള്ളൂ. ഇനിയിപ്പോൾ നമ്മളൊരു 100 ഈ സിനിമ നേരത്തെ പറഞ്ഞ പോലെ ഫഹദിൻ്റെ ഒപ്പം ഞാൻ വന്നു, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ അത്രയും ആയില്ല, എനിക്ക് അങ്ങനെ ചിന്തയില്ല. എനിക്ക് സ്ലോ റണ്ണിങ് ഇഷ്ടം. അതിൻ്റെ ചെറുപ്പം മുതലുള്ള ഒരു ചെയ്യുമ്പോൾ നല്ലത് ചെയ്യാം. എനിക്ക് തോന്നുന്നു അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് 1000 Babiesലെ ദേവൻ കുപ്ലേരി. എനിക്ക് നല്ല പോർട്ട്ഫോളിയോ ആണ്. ആരെങ്കിലും ചോദിച്ചാൽ എനിക്ക് ധൈര്യമായിട്ട് എടുത്ത് കാണിക്കുന്നത് ഞാൻ 1000 Babiesലെ ഒരു സാധനം ചെയ്തിട്ടുണ്ട്, എന്തെങ്കിലും വന്ന ഒരു ബ്രേക്ക് എനിക്ക് തരണം. എനിക്ക് അങ്ങനെ ഒരു പോർട്ട്ഫോളിയോ എനിക്ക് നെച്ചിക്ക് തന്നിട്ടുണ്ട്. ഞാൻ കടപ്പെട്ടിരിക്കുന്നു. ഇതില് ഏതെങ്കിലും ഒരു പോയിന്റിൽ തോന്നിയിട്ടുണ്ടോ സിനിമ ഇനിയും ഇതിന്റെ പുറകെ നടന്ന് ഇനി സമയം കളയണ്ട? പിന്നെ അത് എല്ലാ സിനിമ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കുള്ള കാര്യം തന്നെയാണ്. ഒരു പരിധിയെ കഴിയാന്നൊരു സാധനം മടുക്കും എല്ലാവർക്കും. എനിക്ക് പ്രത്യേകിച്ച് വേറെ പരിപാടികളൊന്നും ഇല്ലാത്ത കാരണം ഞാൻ സിനിമ ആഗ്രഹിച്ച് പിന്നെയും ഇങ്ങനെ പോവുകയാണ്. അത് മടുക്കും, എന്തായാലും മടുക്കും. അത് വല്ലാത്തൊരു ഇതിലേക്ക് വന്ന് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ആദ്യത്തെ ഒരു സിനിമ ചെയ്യാൻ എടുക്കുന്ന സ്ട്രഗിളിന്റെ 10 മടങ്ങാണ് പിന്നെയുള്ള സിനിമകൾ എടുക്കാൻ. സസ്റ്റെയിൻ ചെയ്യാനാണ് പാടല്ലേ? ഡെഫിനറ്റ്ലി നമുക്ക് പറ്റില്ല. ആദ്യത്തെ സിനിമ നമുക്ക് ആർക്കും ചെയ്യാം, എല്ലാവർക്കും ചെയ്യാം. കുറച്ച് ഒബ്സർവേഷൻ മതി, അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരെ കണ്ട് നമുക്ക് ഒരു സിനിമ നമുക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ടുള്ളൊരു പടമുണ്ട്, അത് ചവിട്ടി കയറാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അതിലെത്താൻ കുറച്ച് സമയം എടുക്കും. അതെപ്പോഴാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് അതുകൊണ്ട് വരുന്ന സാധനം നമ്മൾ കൂടുതൽ ഹോംവർക്ക് ചെയ്ത് അല്ലെങ്കിൽ അതിലേക്ക് എത്താൻ നമ്മൾ ശ്രമിക്കുക. ഇപ്പം ഒരുമിച്ച് ഇപ്പം ഫഹദ് ഫാസിൽ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു. അതുപോലെ തന്നെ ട്രൈ ചെയ്ത് സിനിമയ്ക്ക് വേണ്ടി ഇറങ്ങി തരുന്ന സമയം തൊട്ട് കൂടെ നിന്ന ആൾക്കാരിൽ പലരും ഇപ്പം വലിയ വലിയ ആക്ടേഴ്സ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇപ്പം കാസ്റ്റ് മാത്രമല്ല ക്രൂവിലാണെങ്കിൽ. പക്ഷെ പലരും ഉണ്ട് സിനിമയിലോട്ട് എത്താൻ പോലും പറ്റിയിട്ടില്ലാത്ത കുറച്ച് പേരെങ്കിലും ഉണ്ടാവുമല്ലോ. അവരുമായിട്ടൊക്കെ ഇപ്പോഴും ഉള്ള ബന്ധം, ലൈക്ക് അവരെ ഏതെങ്കിലും രീതിയിൽ സപ്പോർട്ട് ചെയ്യാനോ ഹെൽപ്പ് ചെയ്യാനോ ഒക്കെ പറ്റുന്നുണ്ടോ? തീർച്ചയായിട്ടും ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് വരുന്ന സിനിമകൾ നല്ലതാണോ ചീത്തയാണോ നോക്കാതെ ഞാൻ ഒരുപാട് പേർക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവരിൽ നിന്നൊക്കെ ഒരുപാട് വാക്കുകൾ എനിക്ക് കേട്ടിട്ടുണ്ട്, നല്ല അന്തസ്സായിട്ട് കേട്ടിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞതിൽ പിന്നെ ഞാൻ വിളിക്കാട്ടോ, ടെൻഷൻ അടിക്കേണ്ട, ഞാൻ അതിലൂടെ കടന്നു പോയതല്ലേ, ഇനിയും പോകാനുള്ളതാണ്, ഇനിയും ഒരുപാട് ട്രാവൽ ചെയ്യാനുള്ളതാണ്. അപ്പോൾ ചാൻസിൽ നീ വിളിക്കണം, പറയണം, ഡെഫിനറ്റ്ലി ഞാൻ ചെയ്യാറുണ്ട്. പക്ഷേ ഈ വരുന്നത് ഒരു ഫ്ലോപ്പ് സിനിമയാണോ അല്ലെങ്കിൽ ഒരു 100 ദിവസം ഓടുന്ന സിനിമയാണോ എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല. അതൊക്കെ മുകളിലുള്ളവൻ്റെ കാര്യമാണ്. വരുന്നത് നിങ്ങൾക്ക് പറ്റിയെങ്കിൽ ചെയ്തോ, ഞാൻ അത് കാണിച്ചു തരാം എന്ന് പറഞ്ഞ് പലവരും ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈ പണ്ട് ഒരു സമയത്ത് നമുക്ക് ഡ്യൂ ഡ്രോപ്സ് ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ തിളങ്ങി നിന്നിരുന്നത്, ഞാനൊക്കെ സ്കൂൾ കഴിഞ്ഞ് നേരെ വന്ന് TV ഓൺ ചെയ്ത് ഡ്യൂ ഡ്രോപ്സ് വെച്ച് കഴിഞ്ഞാൽ അവിടെ മനുവിന്റെ ഒരു ആൽബം സോങ് ഉണ്ടായിരിക്കും. അതില്ലാണ്ട് ഒരു ദിവസം മുന്നോട്ട് പോകാനായിട്ട് പാടാം. ഈ അന്നത്തെ കാലത്ത് ഇപ്പോഴത്തെ പോലെ സോഷ്യൽ മീഡിയ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴത്തെ സൂപ്പർ സ്റ്റാർ ആയേനെ. കാരണം ആൽബം സോങ് അത്ര സ്റ്റാർഡമുള്ള ഒരു ആക്ടർ ആയേനെ. കാരണം ആൽബം സോങ്സ് അന്ന് അത്രയും ട്രെൻഡിങ് ആയിരുന്നു. പക്ഷെ അന്ന് സോഷ്യൽ മീഡിയ ഇല്ലായിരുന്നു. പലർക്കും അതിൽ അഭിനയിച്ചിരുന്ന ആക്ടേഴ്സിന്റെ പേരെന്താണ് എന്ന് പോലും അറിയാൻ പറ്റാതിരുന്നൊക്കെ ഒരു സമയമായിരുന്നല്ലോ അന്നൊക്കെ. അപ്പം ശരിക്കും ഇപ്പോഴായിരുന്നു ആൽബം സോങ്സ് ഇറങ്ങിയിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും ചിന്തിക്കുക? സ്വയം എവിടെ പ്ലേസ് ചെയ്യും? എനിക്ക് തോന്നുന്നു ഇപ്പോ കാലഘട്ടം മാറുമ്പോഴേ അന്ന് വേറൊരു എന്റർടൈൻമെന്റ് ഒരു സാധനം ഇല്ലാന്ന് തോന്നുന്നു. ആൽബം, വീഡിയോ, സോങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ഒരു സിനിമയിലെ ഒരു നല്ലൊരു സോങ് കാണുന്ന ഒരു പ്രതീതിയാണ്. പക്ഷെ അവിടുന്ന് കുറെ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അത് ഷോർട്ട് ഫിലിമിലേക്ക് പോയി ചുരുങ്ങി, പിന്നെ ഫിക്ഷൻ, അങ്ങനെ കുറെ ലേക്ക് മാറി. പക്ഷെ ഇപ്പൊ വന്നു കഴിഞ്ഞുള്ള സിറ്റുവേഷൻ എന്താന്ന് പറഞ്ഞാൽ നല്ല പാട്ടുകൾ കേട്ട് കഴിഞ്ഞാൽ എന്തായാലും അത് ഹിറ്റ് ആവും എന്നുള്ള ഒരു ഉറപ്പാണ്. പക്ഷെ ആൽബം എനിക്ക് തോന്നുന്നില്ല അതേപോലെ ഒരു ട്രാവൽ ഇനി ഇവിടെ ഞങ്ങളുടെ ട്രാവൽ ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. കാലഘട്ടം മാറി. മ്യൂസിക് വീഡിയോസ് ഇപ്പോഴും ഏത് മ്യൂസിക് വീഡിയോസ് ആണ് ഇപ്പൊ ഹിറ്റ് ആവുന്നത്? അതേപോലെ അങ്ങനെ വന്നിറങ്ങി പോകുന്നതേ ഉള്ളൂ. ഞാൻ കുറെ വർഷങ്ങൾ എത്തി പറഞ്ഞ മ്യൂസിക് വീഡിയോ കണ്ടിട്ട് തന്നെ, കാരണം എനിക്ക് സ്ട്രൈക്ക് ചെയ്യുന്നില്ല. ഒരു സോങ് പോലും എനിക്ക് അത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ കാണാറില്ല കേട്ടോ അങ്ങനെ.
അന്നത്തെ കാലം. ഒരു സ്ട്രഗ്ലിംഗ് ആക്ടർ എന്നുള്ള രീതിയിൽ ഇപ്പം കുറച്ച് ബഡ്ഡിങ് ഫിലിം മേക്കേഴ്സ് വന്നൊരു ഷോർട്ട് ഫിലിം ഒക്കെ പിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഷോർട്ട് ഫിലിം ചെയ്യുമോ? എനിക്ക് നാളേക്ക് അത് നല്ലൊരു തുടക്കമാണെങ്കിൽ, അല്ലെങ്കിൽ മനു കൊള്ളാം, രസമായിട്ടുണ്ട് എന്ന് പറയുന്നൊരു സാധനമാണെങ്കിൽ ഡെഫിനറ്റ്ലി എനിക്കൊരു ഷോർട്ട് ഫിലിം ചെയ്താൽ എന്താ പ്രശ്നം? ഞാൻ ചെയ്യും. എനിക്ക് അങ്ങനെ ഈഗോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരാളാണ്. നല്ലൊരു പരിപാടിയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ ചെയ്തിരിക്കുമത്. പലരും ഇപ്പൊ പല ആക്ടേഴ്സും സിനിമ ചെയ്തിട്ട് ഷോർട്ട് ഫിലിമിലോട്ട് എങ്ങനെ പോകുന്നു, അത് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവില്ല എന്നൊക്കെയുള്ള ഒരു തോട്ട് ഉണ്ടാവില്ലേ? നമുക്ക് അങ്ങനെയൊന്നുമില്ല. നമുക്ക് നല്ലതാണോ ഭവിക്കുന്നത്, അല്ലെങ്കിൽ നാളെ അതുവഴി എനിക്ക് എന്തെങ്കിലും സിനിമയിലേക്ക് എന്തെങ്കിലും ഒരു വാതിലാവും, ഞാൻ തീർച്ചയായിട്ടും നോക്കും. ഞാൻ നല്ലതാണെങ്കിൽ എന്തായാലും ഞാൻ ചെയ്യും. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് സിദ്ധാർത്ഥ് ഭരതന്റെ ഒരു സിനിമ നിദ്ര എന്ന് പറയുന്ന ഒരു സിനിമ അനൗൺസ് ചെയ്ത് മനുവിനെ വെച്ച് തന്നെ അനൗൺസ് ചെയ്തിട്ട് പിന്നീട് അത് മാറിപ്പോവുകയുണ്ടായി. അതെന്തുകൊണ്ടായിരുന്നു അങ്ങനെ ആ ഒരു സംഭവിച്ചതൊക്കെ? അത് ഈ പറഞ്ഞ പോലെ എന്താ പറയാ, ഏകദേശം 1.5 വർഷത്തോളം ഉണ്ടായിരുന്നു. പോലെ സിനിമയുടെ പ്രശ്നങ്ങൾ കാരണമാണ് ഞാനത് മാറിപ്പോയത്. വേറെ ഒന്നും എനിക്കറിയാൻ പാടില്ല അതെന്താണ്. കുറെ സ്ട്രൈക്കിൾ സിനിമ എങ്ങനെയാണല്ലോ, ഈ പറഞ്ഞ പോലെ നമ്മൾ വിചാരിക്കുന്നിടത്തല്ല. ഒരു സിനിമയെ നമ്മൾ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ സിനിമ ഷൂട്ട് കഴിഞ്ഞിട്ട് റിലീസ് ആവുന്നത് വരെ ഓക്കെ, റിലീസായി കണ്ടു കഴിഞ്ഞാൽ ഓക്കെ ഇത് നമ്മുടെ പ്രൊജക്റ്റാണ്, അല്ലെങ്കിൽ അത് എൻ്റെയും കൂടെയാണെന്ന് നമുക്ക് പറയാം. അത്രേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങൾ കാണും, അങ്ങനെ മാറിപ്പോയി, അത്രേ ഉള്ളൂ. എനിക്ക് നിദ്ര മാത്രമൊന്നുമില്ല. അല്ല, അതല്ല എൻ്റെ സിനിമ. ഞാൻ അതിന് മുന്നേ ഒരു 4 ഇവിടുത്തെ ഒരു ബമ്പർ ഹിറ്റ് സിനിമയിൽ നിന്ന് മാറിപ്പോയ ഒരാളാണ്. ഞാൻ ചെയ്യുന്ന സിനിമയായിരുന്നു മലർവാടി ആസ്റ്റർ. ഞാൻ 3 ദിവസം ക്യാമ്പിന് പോയ ഒരാളാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് പ്രശ്നം അതിൽ നിന്ന് പോയി. നീലത്താമരയ്ക്ക് വേണ്ടി MT സാർ വിളിച്ചിട്ടുണ്ട് ആൽബം കണ്ടിട്ട്. അപ്പോൾ അന്ന് ഈ പറയുന്ന പോലെ നമ്മുടെ കൊച്ചു പയ്യൻ ആൽബം ഒക്കെ ചെയ്ത് അങ്ങനെ അവിടെ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, നീ ഇന്ന് അല്ലെങ്കിൽ നാളെ സിനിമയിൽ വരും, നിന്റെ മുഖത്തൊരു തീയൊക്കെ ഉണ്ട്, നീ കുറച്ചുകൂടി ഉയരം വെക്കട്ടെ എന്ന് പറഞ്ഞു. അതിൽ ഓൾറെഡി സാർ അതിനകത്ത് ഒരു 6.1 ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് ആ ക്യാരക്ടറിന്. അങ്ങനെ നീലത്താമര, നിവേദ്യം, നമ്മളൊക്കെ ഇതിന് മെലിഞ്ഞിരിക്കുന്ന സമയത്താണ് ലോയിസ് സാർ ഞാൻ വിളിച്ചിട്ട് അങ്ങോട്ട് പോയി. കാരണം ലോയിസ് സാറിന്റെ അസോസിയേറ്റ് ആയിരുന്നു ഉദയശങ്കരൻ, ഈ പറയുന്ന ആൽബത്തിന്റെ ഡയറക്ടർ. അപ്പോൾ അങ്ങനെ ആൽബം കണ്ടിട്ട് ലോയിസ് സാർ വിളിച്ചതാണ്. അപ്പോൾ അതിന് കുറേ വണ്ണം വേണം, നീ കുറേ ഫുഡൊക്കെ കഴിക്കുന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് സിനിമയാണ്. നമ്മൾ അതിനെ വേദനിച്ചിട്ടോ അല്ലെങ്കിൽ അയ്യോ നമ്മുടെ കയ്യിൽ നിന്ന് പോയെന്ന് പറഞ്ഞിട്ടൊന്നും നമ്മൾ വേദനിച്ചിട്ട് ഒരു കാര്യമില്ല. നമുക്ക് വരുന്നത് വളരെ ഭംഗിയായിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. ചെയ്തു കൊടുത്താലും അത് ഇറങ്ങണം. ഈ പറയുന്ന ആളുകൾ കണ്ടാൽ തന്നെയാണ് നമ്മൾ അതിന്റെ ഭാഗമായി നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ അവസരങ്ങൾ വന്നതുപോലെ തന്നെ പോകുന്നതും സിനിമയിൽ സ്വാഭാവികം. പിന്നെ തീർച്ചയായിട്ടും വേണമെങ്കിൽ നമുക്ക് നെഞ്ചത്തടിച്ച് കരയാം, അല്ലെങ്കിൽ അതിനും നല്ലൊരു പ്രൊജക്ട് വരുന്നു പറഞ്ഞ് നമുക്ക് കാത്തിരിക്കും, അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യാം. ഇപ്പൊ 1000 ബേബീസ് കണ്ടിട്ട് ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെയുള്ള കോൾസ് ഒക്കെ വന്നു ഇഷ്ടം പോലെ. എന്നെ ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ട്. കാരണം കുറെ നാളത്തേക്ക് ശേഷം ഞാൻ പറക്കാണോ അതോ എവിടെയാണെന്ന് എനിക്ക് തന്നെ സത്യം പറഞ്ഞ ഒരു അറിവില്ല. അത്രമാത്രം കോൾസ്. എൻ്റെ മൊബൈലിൽ ഒരുപാട് സ്റ്റാറ്റസുകൾ ഇടുന്നു, വിളിക്കുന്നവർ അതിലെ എല്ലാം വർക്കൗട്ട് ആയിട്ടുണ്ട്, എല്ലാം നന്നായിട്ടുണ്ട്. ഇതുവരെ കാണാത്ത കണ്ടന്റാണ്. പക്ഷെ നിങ്ങൾ എൻ്റെ അടുത്ത് ഇതേ പോട്ടാ നന്നായിട്ടുണ്ട് എല്ലാം ഇങ്ങനെയൊക്കെയാണ് നമ്മൾ സംസാരിക്കുന്നത്. കുറച്ചു നേരം ഒന്ന് പറയും, ഞങ്ങളൊന്ന് കേൾക്കിട്ടുന്നത്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നത്. എല്ലാവരും സ്റ്റോറി ഇടുന്നു, ഷെയർ ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു. പോരെ, നമുക്കത് പോരെ. ഇത് അടുത്ത എൻ്റെ സിനിമകളിലേക്ക് അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന എൻ്റെ സിനിമാ ലോകത്തിലേക്ക് അത് ആക്കം കൂട്ടുമെങ്കിൽ അതാവട്ടെ എന്നാണ് ഞാൻ ദൈവത്തിനോട് ഞാൻ പറയുന്നത്. ഞാൻ ഒരുപാട് ഡയറക്ടേഴ്സിനെ വിളിച്ച് പറഞ്ഞു, ഇത് കണ്ടിട്ട് എനിക്ക് അടുത്തൊരു ബ്രേക്ക് എനിക്ക് ഒരുപാട് ഡയറക്ടേഴ്സിനെ അടുത്ത് ഞാൻ വിളിച്ചു പറഞ്ഞു, കാണാം, ഞങ്ങൾ നോക്കട്ടെ. ഇനിയിപ്പോൾ അഭിനയത്തിന്റെ പ്രശ്നമാണെങ്കിൽ ഇത് കാണട്ടെ. കാരണം എനിക്ക് ഇതിൽ കൂടുതലേക്ക് അഭിനയിക്കാൻ അറിയില്ല. ഞാൻ എൻ്റെ എക്സ്ട്രീം ഞാൻ കൊടുത്തിട്ടുണ്ട് 1000 ബേബീസിൽ ഞാൻ. അപ്പോൾ ഒരുപാട് ഡയറക്ടേഴ്സിനെ ഞാൻ വിളിച്ചു പറഞ്ഞു, കാണണം, അത് നന്നായിട്ടുണ്ട്, എല്ലാ എപ്പിസോഡും കാണണം, ഇത് കാണാം, നോക്കട്ടെ, വിളിക്കാം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. ഞാനും നല്ലൊരു അടുത്തൊരു സ്റ്റെപ്പിന് വേണ്ടിയിട്ട് ഞാനും വെയിറ്റ് ചെയ്യണം. ഈ ഹാർഡ് വർക്കിന് റിസൾട്ട് ഉണ്ടാവും എന്നതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഈ വെബ് സീരീസ് സഞ്ജു ശിവറാമിനെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. സഞ്ജു ചേട്ടനോട് കുറച്ചാൾ മുന്നേ ഇങ്ങനെ ഞാൻ ഒരു ഇന്റർവ്യൂവിൽ എടുത്തിട്ടുണ്ടായിരുന്നു. സഞ്ജു ചേട്ടനും ഇങ്ങനെ ഒരു ബ്രേക്ക് കിട്ടുമായിരിക്കും. എല്ലാവർക്കും കഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ ബ്രേക്കിന് വേണ്ടിയിട്ട് തന്നെ എല്ലാവരും ഇരിക്കുന്നത്, എല്ലാവരും ചെന്ന് കാണുന്നതും ഈ പഴിച്ചാരുകൾ കേൾക്കുന്നതൊക്കെ ആ ബ്രേക്കിന് വേണ്ടിയിട്ട് തന്നെയാണ്. ഇപ്പൊ സഞ്ജു അല്ല, ഞാനല്ല, ഒരുപാട് പേരിന്റെ ബാക്കിലുണ്ട്. തീർച്ചയായിട്ടും. ഇത് എങ്ങനെയാണ് ശരിക്കും ഈ അഭിനയം എന്നുള്ള പാഷൻ മനസ്സിലേക്ക് വന്നതും അതിനുവേണ്ടി ഇനിയും എൻ്റെ ലൈഫ് അതിനുവേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം എന്ന് തീരുമാനിച്ച ഒരു മൊമെന്റ് ഒക്കെ എന്തായിരുന്നു? നേരത്തെ ഈ പാഷൻ എന്ന് പറഞ്ഞല്ലോ, എനിക്ക് അത് തന്നെയാണ്. ഞാൻ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ടൂർണമെന്റ് ചെയ്ത ഒരാളല്ല. അതിൻ്റെ ബാക്കിൽ കുറേ സ്വപ്നങ്ങളുണ്ട്, കുറേ ഒബ്സർവേഷൻ ഉണ്ട്. സ്കൂൾ കാലഘട്ടങ്ങളിൽ മോണക്റ്റായാലും കുറേ കലാപരിപാടികൾക്കൊക്കെ പങ്കെടുത്ത് കുറേ പ്രൈസൊക്കെ മേടിച്ച ആളാണ്. അപ്പം അന്ന് മുതലേ എനിക്ക് കലയോടുള്ള ഒരു ഇഷ്ടമുണ്ട് എനിക്ക്. അങ്ങനെ വന്നിട്ടാണ് ഈ പറയുന്ന പോലെ ആൽബം ചെയ്തു. അങ്ങനെ സ്റ്റെപ്പായിട്ടാണ് ഞാൻ സിനിമയിൽ വരുന്നത്. ഞാൻ ടൂർണമെന്റ് എന്ന് പറയുന്ന സിനിമയാണ് എൻ്റെ ആദ്യം. ലാൽ ക്രിയേഷൻ ബാനറിൽ ലാൽ സാർ ഡയറക്റ്റ് ചെയ്ത മൂവി. ഏകദേശം എനിക്ക് തോന്നുന്നു 10,3500 പേരിൽ നിന്നാണ് ഞാൻ ബോബി ആവുന്നത്. 13 ഓഡിഷൻസ് ഉണ്ടായിരുന്നു എനിക്ക്.
അപ്പോൾ ഓരോ ഓഡിഷൻസ് കഴിയുമ്പോഴും ഓരോ ആൾക്കാരെ ട്രിം ചെയ്ത് അവസാനത്തെ 13-ൽ എത്തി നിൽക്കുകയാണ് ഞാൻ. അങ്ങനെയാണ്. അല്ലാതെ നമ്മൾ പെട്ടെന്ന് ഇപ്പോൾ ഞാൻ ലാൽബിഡിയിലേക്ക് പോയി, ഞാൻ ലാൽ സാറിനെ കണ്ടു, അല്ലെങ്കിൽ ഞാൻ തൃശ്ശൂർക്കാരനാണ്, എനിക്ക് തൃശ്ശൂർ ഭാഷ നല്ലപോലെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും, ഇതിനൊന്നുമല്ല. ഇത് അതിൻ്റെ ഓഡിഷൻ കഴിഞ്ഞ് എല്ലാത്തിനും ഒരു സ്റ്റെപ്പ് ഉണ്ട്. സ്റ്റെപ്പ് കഴിഞ്ഞിട്ടാണ് ഞാൻ ടൂർണമെൻറ്റിലേക്ക് വരുന്നത്. അവിടെ മുന്നേ ഇവിടം വരെ നിൽക്കുന്നത്. അങ്ങനെ പെട്ടെന്ന് നമുക്ക് ഒരു ആഗ്രഹം ഉണ്ടായി, അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്കൊരു സിനിമ ചെയ്യണം, അങ്ങനെയുള്ള ഒരു ഇതൊന്നുമില്ല. പിന്നെ പുറത്തൊന്നും പോയി ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല. എൻ്റെ ജീവിതം തന്നെയാണ്, എൻ്റെ ഒബ്സർവേഷനാണ് എല്ലാം. മഹത്തരമായ ബുക്സ് ഒന്നും റീഡ് ചെയ്യാറില്ല. അത്യാവശ്യം കുറച്ച് ബുക്സുകൾ, അല്ലെങ്കിൽ അന്യഭാഷ ചിത്രങ്ങൾ ഒരുപാട് കാണും, അല്ലെങ്കിൽ സിനിമ കണ്ടന്റ് തലയിൽ നിറയ്ക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. പറ്റുന്ന കയ്യിൽ കിട്ടുന്ന സിനിമകൾ കാണുക, കിട്ടുന്ന ബുക്സുകൾ വായിക്കുക,